രാഷ്ട്രീയ ചർച്ചകളിലും ഇപ്പോൾ വൈറലാകുന്നത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ചുറ്റിപ്പറ്റിയ പുതിയ വിവാദമാണ്. ഡൽഹിയിലെ നിസാമുദ്ദീൻ ദർഗയിൽ നടത്തിയ സന്ദർശനവും അതോടനുബന്ധിച്ചുണ്ടായ രാഷ്ട്രീയ ട്രോളുകളും കേരള രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് പ്രവാചകൻ പറഞ്ഞുവെന്ന തരത്തിലുള്ള ഒരു വീഡിയോ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. ഈ വീഡിയോയുടെ പേരിൽ ചിലർ വി.ഡി. സതീശന് വലിയ മൈലേജ് ലഭിച്ചുവെന്ന് ആരോപിച്ചു. പ്രത്യേകിച്ച് മതസൗഹാർദ്ദത്തിന്റെയും പുരോഗമന രാഷ്ട്രീയത്തിന്റെയും പേരിൽ സതീശനെ പിന്തുണച്ച ചില വിഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ അതേ വിഷയത്തെ ചുറ്റിപ്പറ്റി പുതിയ ട്രോളുകളും വിമർശനങ്ങളും ഉയരുകയാണ്. ഡൽഹിയിലെ പ്രശസ്തമായ നിസാമുദ്ദീൻ ദർഗ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വിവരങ്ങളും പുറത്തു വന്നതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പുതിയ പരിഹാസ പ്രചരണങ്ങൾ ശക്തമായത്. അവസാനത്തെ പൂഴിക്കടകൻ എന്ന രീതിയിലുള്ള ട്രോൾ വാചകങ്ങളോടെയാണ് ചില രാഷ്ട്രീയ പ്രവർത്തകരും സോഷ്യൽ മീഡിയ പേജുകളും പ്രതികരിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തെയും UDF രാഷ്ട്രീയത്തെയും പരിഹസിക്കുന്ന രീതിയിലാണ് പോസ്റ്റുകൾ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇതിനിടെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ചില കേരള മന്ത്രിമാരെയും പരാമർശിച്ചുകൊണ്ട് നിരവധി ട്രോൾ പോസ്റ്ററുകൾ പുറത്തു വന്നിട്ടുണ്ട്. ചെന്നിത്തല സാർ പോലും ഇനി എന്തു പറയുമെന്നറിയാതെ നിൽക്കുകയാണെന്ന് എന്ന രീതിയിലുള്ള പരിഹാസ കമന്റുകളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നു. അതോടൊപ്പം പാവം RC എന്ന വാചകവും വലിയ രീതിയിൽ പ്രചരിക്കുകയാണ്. രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഇത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് എന്നതിനെ ചൊല്ലിയും ചർച്ചകൾ സജീവമാണ്. സോഷ്യൽ മീഡിയയിലെ ചില പോസ്റ്റുകൾ പരിഹാസത്തിന്റെ അതിരുകൾ കടക്കുന്നതായും വിമർശനമുണ്ട്. ഇതറിഞ്ഞ സതീശൻ ഹജ്ജ് ടിക്കറ്റിന് ശ്രമിക്കുകയാണെന്ന് കരക്കമ്പി എന്ന രീതിയിലുള്ള ട്രോളുകൾ വ്യാപകമായി പ്രചരിക്കുകയാണ്. അതേസമയം കോൺഗ്രസ് അനുകൂലികൾ പറയുന്നത് മറ്റൊന്നാണ്. ഒരു മതസ്ഥാപനം സന്ദർശിച്ചതിനെ രാഷ്ട്രീയ ആയുധമാക്കുന്നത് ശരിയല്ലെന്നും എല്ലാ മതങ്ങളോടും ബഹുമാനം പുലർത്തുന്ന സമീപനമാണ് നേതാക്കൾ സ്വീകരിക്കേണ്ടതെന്നും അവർ പ്രതികരിക്കുന്നു. UDF അനുകൂലികൾ ചൂണ്ടിക്കാണിക്കുന്നത് സതീശനെ ലക്ഷ്യമിട്ട് നടത്തുന്ന ട്രോൾ പ്രചരണങ്ങൾ ആസൂത്രിതമാണെന്നാണ്. രാഷ്ട്രീയമായും മതപരമായും അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമം നടക്കുകയാണെന്നുമാണ് അവരുടെ ആരോപണം. കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ട്രോളുകൾക്കും വൈറൽ വീഡിയോകൾക്കും വലിയ സ്വാധീനമുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ഒരു വീഡിയോയോ ഒരു സന്ദർശനമോ മണിക്കൂറുകൾക്കുള്ളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറുന്ന അവസ്ഥയാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സംസ്ഥാനം കടക്കുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നു വരാനിടയുണ്ടെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നു. ഡൽഹി നിസാമുദ്ദീൻ ദർഗ സന്ദർശനം, വൈറൽ വീഡിയോ, ട്രോൾ രാഷ്ട്രീയം ഇതെല്ലാം ചേർന്ന് വി.ഡി. സതീശനെ ചുറ്റിപ്പറ്റി പുതിയ രാഷ്ട്രീയ വിവാദം കൂടുതൽ ചൂടുപിടിക്കുകയാണ്. ഈ ട്രോൾ പോരാട്ടം സോഷ്യൽ മീഡിയയിൽ ഒതുങ്ങുമോ അതോ കേരള രാഷ്ട്രീയത്തിൽ കൂടുതൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്.